ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നുള്ളത് വടക്കുംനാഥ ക്ഷേത്രത്തിലാട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വടക്കുംനാഥ ക്ഷേത്രത്തിൽ വരണമല്ലോ. അപ്പം ഞങ്ങൾ ഒരു 4:45 ആയപ്പോൾ, വൈകിട്ടൊരു 4:45 ആയപ്പോഴാണ് അവിടെ വന്നത്. അപ്പം 5 മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നല്ല തണലാട്ടോ. എത്ര ചൂടുള്ള സമയം എന്ന് പറഞ്ഞാലും ഇവിടെ ഒരുപാട് ആലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലമൊക്കെ തുറന്നപ്പോൾ ഞങ്ങൾ പോയി തൊഴുതിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഈ അമ്പലമൊക്കെ കാണാൻ. ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കമൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലു മാളിൽ പോയിട്ട് അമ്മയ്ക്കൊരു ഹാൻഡ് ബാഗൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്നൊരു ഫോണൊക്കെ മേടിക്കാമെന്ന്. പിന്നെ വിചാരിച്ച് വേണ്ട, നമുക്ക് ഇങ്ങ് നാട്ടിൽ വന്നിട്ട് മേടിക്കാമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫണ്ടൂറയിലോട്ടാട്ടോ പോയത്. അവിടുത്തെ റൈഡ്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊച്ചിയിൽ തന്നെ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ വിൻഡോ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനിങ്ങനെ മെട്രോ ഒക്കെ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മെട്രോയിലും എത്ര ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര മെട്രോ പോകുന്നതെന്ന് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ല വ്യൂ ആണ് ഇവിടുത്തെ വിൻഡോയിലൂടെ. അപ്പം ഞങ്ങൾ വിചാരിച്ച് കൊച്ചിയിൽ വന്നിട്ട് എന്തായാലും വണ്ടർലയിൽ പോകാതിരിക്കുന്നത് ശരിയേ അല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും റെഡി ആയിട്ട് വണ്ടർലയിലൂടെയൊക്കെ ഒന്ന് പോകാമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ആ ഉറക്കത്തിൻ്റെ ആ ഇതൊന്നും മാറിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊച്ചി ഫുള്ള് കാണാം. മെയിൻലി വണ്ടർലയുടെ ഐഡിയ തോന്നിയത് അവിടെ ഒരു ബോർഡ് ഇട്ടായിരുന്നു വണ്ടർലയുടെ. അത് കണ്ടപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും അടുത്താണ്, അപ്പോൾ വണ്ടർല വരെ ഒന്ന് പോകാമെന്ന്. അങ്ങനെ വണ്ടർലയിലൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് വണ്ടർലയിൽ നൈലോൺ ഡ്രസ്സ് മാത്രമാണല്ലോ അലൗഡ്. അപ്പോൾ പിന്നെ നൈലോൺ ഡ്രസ്സും ഒക്കെ മേടിച്ചിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ഫോണൊക്കെ വെള്ളത്തിലിറങ്ങുമ്പോൾ നനയാതിരിക്കാനായിട്ടൊരു കവറും ക്യാപ്പും ഗൂഗിൾസും ഒക്കെ നമ്മൾ മേടിച്ചു. അപ്പം എന്തായാലും ഏകദേശം നമ്മൾ വണ്ടർലയിലൊക്കെ എത്താറായി എന്നല്ല, നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വണ്ടർലയിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ഓരോ റൈഡിൽ ഓടുന്നു ചാടുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റൈഡിൽ കയറുമ്പോൾ പേടിച്ചാണ് കയറുന്നത്, പക്ഷേ എന്നാലും നല്ല രസമായിരുന്നു. നമ്മൾ പേടി പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു വിശാൽ മെഗാ മാർട്ടിൽ കയറി. അവിടെ ആണെങ്കിൽ കുറേ കളക്ഷൻസും ഡ്രസ്സസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 199 രൂപ 299 രൂപ അതിന് അടിപൊളി ഡ്രസ്സസും കിട്ടും. പിന്നെ ഞാൻ വിചാരിച്ചിട്ട് ക്യൂട്ട് ഹാൻഡ് ബാഗ് കൂടി എനിക്ക് മേടിക്കാൻ. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ടെഡി പോലിരിക്കുന്ന ബാഗ്. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടുമാണ്, നമുക്ക് അത്യാവശ്യം സാധനങ്ങളും കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ പോയത് മൂന്നാറിലോട്ടാട്ടോ. മൂന്നാർ പോകുന്ന വഴിയാണെങ്കിൽ നല്ല കിടിലൻ റോസ് ഗാർഡനിലും കൂടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. റോസ് ഗാർഡനിൽ കയറിയ പിന്നെ ഒന്നും പറയണ്ട, നല്ല വെയിലാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു തൊപ്പിയൊക്കെ മേടിക്കാമെന്ന്. പിന്നെ ഇവിടുത്തെ റോസ് ഗാർഡൻ പല ഫ്ലവേഴ്സും പിന്നെ കാക്ടസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫിംഗർ കാക്ടസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പ്ലാന്റ്സ്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. അത്രയ്ക്ക് രസമാണ് ഇവിടുത്തെ ഇതൊക്കെ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കുറേ പിച്ചിക്കൊണ്ട് പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവിടുന്ന് പിച്ചാനൊന്നും അലൗഡ് അല്ല. പിന്നെ ഞങ്ങൾ നേരെ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ മേടിച്ചെടുത്ത് പിന്നെയും പോയി. പിന്നെന്താ, ഇവിടുത്തെ ഈ ഒരു തേയിലത്തോട്ടമാട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കുറേ ചോക്ലേറ്റ് ഫാക്ടറിയും ഉണ്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും കുറേ ഫാക്ടറീസും ഒക്കെ ഉണ്ട്. എനിക്ക് ഫാക്ടറി കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഫാക്ടറിയിലൊന്നും കയറാനില്ല. അങ്ങനെ പക്ഷെ നമ്മൾ ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ടീയുടെ ഫാക്ടറി മാത്രമല്ല, ഇവിടെ ടീയുടെ ഫാക്ടറിയും കോഫിയുടെ ഫാക്ടറിയും ഒക്കെ ഉണ്ട്. ഇവിടെ ഫാക്ടറീസാണ് മെയിനായിട്ട് വരുന്നത്. വീടുകളും കാര്യങ്ങളൊക്കെ പൊതുവേ കുറവായതുകൊണ്ട് പിന്നെ ഫാക്ടറീസാണ് ഒരുപാടുള്ളത്. ഇവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ ചോക്ലേറ്റിന് പൊതുവെ ഇവിടെ നല്ല റേറ്റ് കുറവാണ്. നല്ല ടേസ്റ്റി ചോക്ലേറ്റ്സും കിട്ടും. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ്സൊക്കെ ഒരുപാട് മേടിച്ചിട്ടായിരുന്നു കേട്ടോ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ അമ്പലവും ഒക്കെ ഉണ്ട് കേട്ടോ. അമ്പലവും പള്ളിയും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്.
പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുതിരപ്പുറത്തൊന്ന് കയറിയാലോ എന്ന്. പക്ഷെ കുതിരപ്പുറത്ത് കയറാൻ എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ പിന്നെ കുതിരേനെ അടുത്തുനിന്ന് കുറേ ഫോട്ടോസും ഒക്കെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിൽ വട്ടവടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കറക്റ്റ്ലി പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തായിട്ട് തന്നെ ഒരു ഡാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡാമിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ ഞാനൊരു മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഫുള്ള് ചുറ്റി നടന്നങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡാമിൽ സത്യം ഈ ബോട്ടിങ്ങിന് നമ്മൾ തന്നെ ചെയ്യണം. അതായത് നമ്മൾ തന്നെ തുഴഞ്ഞ് പോകണം. നമ്മൾ തുഴഞ്ഞില്ലേ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒക്കെ കിടക്കും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അത്രയും റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല. ഡാം ഫുള്ള് കണ്ട് ഒരു മാങ്ങയും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങ് പോരുന്നു. നമുക്ക് എന്തായാലും രാത്രി ആവുന്നതിന് മുമ്പ് വട്ടവടയിലെത്തണം. കാരണം നൈറ്റ് ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വട്ടവടയിൽ നോ എൻട്രിയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് വട്ടവടിയിൽ ഒരു ഡ്രീം വാലി റിസോർട്ട് ഞങ്ങൾ കണ്ടത്. സംഭവം അവിടെ നല്ല റേറ്റാണ്. ഒരു 1 day സ്റ്റേ ചെയ്യുന്നതിന് തന്നെ നമുക്ക് 6000 rupees ആവുന്നത്. എക്സ്ട്രാ ഫുഡിന് വേറെ ചാർജും ആവുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ വ്യൂ അതാണ് പൊളി. മുകളിൽ നിന്ന് നമുക്ക് ഫുള്ള് കാണാം. ഇവിടെ പാർക്കും ക്യാമ്പ് ഫയറും ഒക്കെ ഉണ്ട്. ഫുഡൊക്കെ ഇവിടെ കിട്ടും. അപ്പം ഞങ്ങളൊരു ഈവനിങ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ സ്നാക്സ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റിലെ ക്യാമ്പ് ഫയറിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്യാമ്പ് ഫയർ ആണെങ്കിൽ എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ കളിക്കാനൊന്നും പോയില്ല. പിന്നെ ഞാൻ അവിടെ ബെഞ്ചിലിരുന്ന് ഈ ക്യാമ്പ് ഫയറിൻ്റെ വീഡിയോ എടുത്തത് മാത്രം മിച്ചം. കാരണം ഈ ക്യാമ്പ് ഫയറിൻ്റെ അടുത്തൊന്നും ഞാൻ കുറച്ച് ചൂടൊക്കെ കൊണ്ടുപോയി, അല്ലാതെ ഡാൻസ് ഒന്നും കളിച്ചില്ല. എല്ലാവരും അവസാനത്തെ ഒരു 5 minute ആയപ്പോഴാണ് ഡാൻസൊക്കെ തുടങ്ങിയത്. എന്ത് ചെയ്യാനാണ്. അങ്ങനെ പിന്നെ എന്താ പറയുക, അങ്ങനെ അപ്പോഴത്തേക്ക് ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പം ഞങ്ങളിവിടെ നിന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തു, എല്ലാവരെയും പരിചയപ്പെട്ടു. അങ്ങനെ ഒരു വണ്ടിയാണെങ്കിലും നമ്മളെല്ലാവരുമായിട്ട് ഫ്രണ്ട്സുമായി പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളിങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവരുടെ കൂടെ അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഒരു വില്ലേജ് വരെ ഒന്ന് പോകാമെന്ന്. അപ്പം പിന്നെ ഒരു സ്ട്രോബെറി ഫാമൊക്കെ കണ്ടു. അങ്ങനെ ഈ സ്ട്രോബെറി കുറേ പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു എന്തായാലും. പക്ഷേ ഇവിടുത്തെ വെയിലിന് വലിയ ചൂടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ അവിടുത്തെ സ്ട്രോബെറിയും കുറേ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി റിസപ്ഷനിലിരുന്നു. ഞങ്ങളുടെ കീ ഒക്കെ കൊടുത്തു. അങ്ങനെ ഞാൻ പിന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ ആയിരുന്നു കേട്ടോ വന്നത്. അപ്പം അത്യാവശ്യം ലേറ്റായി. പിന്നെ ഞങ്ങളിവിടെ തന്നെ ഇരുന്നു.